കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് ചുമ്മാ പറഞ്ഞതല്ല. ഒരു കാലത്ത് അത്രമേൽ ജീവിത സൗകര്യങ്ങളുള്ള കച്ചവട കേന്ദ്രമായിരുന്നു കൊല്ലം. കൊല്ലത്തെ തങ്കശ്ശേരിയുടെ ചരിത്രം മനസ്സിരുത്തി പഠിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ നിന്നും ആരംഭിക്കുകയാണ് തങ്കശ്ശേരി എന്ന ചരിത്ര ഭൂമിക. കൊല്ലം ടൗണിൽ നിന്നും നമുക്ക് വളരെ അകലെയല്ല തങ്കശ്ശേരി. കുറച്ച് ദൂരം എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാവൽ എന്നൊരു ജംഗ്ഷൻ കാണാം. ആ ജംഗ്ഷനിൽ ഒരു കമാനമുണ്ട്. തങ്കശ്ശേരി കമാനം എന്ന് നമ്മളിന്ന് കാണുന്ന ഒരു കമാനം യഥാർത്ഥത്തിൽ തിരുവിതാംകൂറുകാർ കെട്ടിയ ഒരു കമാനമല്ല, ബ്രിട്ടീഷുകാർ കെട്ടിയ കമാനവുമല്ല. എന്നാൽ ഇവിടുത്തെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഞങ്ങൾ തിരുവിതാംകൂർ ജനതയിൽ ഉൾച്ചേരുന്നില്ല എന്ന് തിരുവിതാംകൂർ ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ഇങ്ങോട്ട് ആരും അധികം അടുക്കേണ്ടതില്ല എന്ന് പറയാൻ വിളിച്ചോതാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഒരു വലിയൊരു കമാനമായിരുന്നു അന്നത്തെ കാലത്ത്. തങ്കശ്ശേരിയുടെ ഒരു അടയാളമായി ഈ കാവൽ ജംഗ്ഷനും ഈ ആർച്ചും അറിയപ്പെടുന്നു. അങ്ങനെ ഈ കാവൽ ജംഗ്ഷനിൽ നിന്ന്, ഈ ആർച്ചിൽ നിന്ന് തുടങ്ങുന്ന ഈ കമാനത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ തങ്കശ്ശേരി 99 ഏക്കറോളം വിസ്തൃതിയായ ഒരു പ്രദേശമായിട്ടാണ് അന്ന് പറയപ്പെടുന്നത്. പോർച്ചുഗീസ് അധിനിവേശത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴുമുണ്ട് ഇവിടെ. പക്ഷേ പലതിന്റെയും അവസ്ഥ പരിതാപകരം തന്നെ. ഈ കോട്ട തന്നെ, ഈ പോർച്ചുഗീസ് കോട്ട 99 ഏക്കറിനെയും ചുറ്റിപ്പണഞ്ഞ് കിടന്നിരുന്നതാണ് പറയുന്നത്. അത്രയും ഭീമാകാരമായ ഒരു കോട്ട കേരളത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നു തന്നെ സംശയമാണ്. 20 അടി ഉയരത്തിൽ 99 ഏക്കർ ചുറ്റിക്കിടക്കുന്ന സാന്തോം കോട്ടയുടെ ഇത്രയും ഭാഗം മാത്രമാണ് ഇപ്പോഴുള്ളത്. വളരെ പ്ലാനിങ്ങോടെ തയ്യാറാക്കിയ ഒരു ടൗൺഷിപ്പാണ് തങ്കശ്ശേരി എന്ന് മനസ്സിലാക്കുന്നതിന് ഈ ക്രോസ് റോഡുകൾ മാത്രം കണ്ടാൽ മതിയാകും. ഇന്നത്തെ ഈ പോസ്റ്റ് ഓഫീസിനുമുണ്ട് ചരിത്രങ്ങൾ ഏറെ പറയാം. കൊല്ലം ഈ ബ്രിട്ടീഷ് അധികാരി ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക കെട്ടിടം ഇന്നിവിടെ കാണാം. അവിടെ ജയിലും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതൊക്കെ അതൊരു നല്ലൊരു ഡെസ്റ്റിനേഷനായിട്ട് മാറ്റി ഒരു മ്യൂസിയമായിട്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ. അതിന്ന് പോസ്റ്റ് ഓഫീസായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. നിർമ്മിതി ശൈലി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഡച്ച് പോർച്ചുഗീസ് ശവകുടീരങ്ങൾ ഉൾപ്പെടെ ഉണ്ടെങ്കിലും അവയൊന്നും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. ഡച്ച് ഇംഗ്ലീഷ് സെമിത്തേരികൾ നിന്നതിൻ്റെ അടുത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ ബക്കിംഗ്ഹാം കനാൽ എന്ന് പറഞ്ഞൊരു ഒരു കനാലുണ്ടായിരുന്നു, ഒരു ഇൻലാൻഡ് വാട്ടർ ജെറ്റ് ഇതുപോലെ. അത് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിൽ പാക്കപ്പലുകൾ സ്പൈസസുമായിട്ട് വന്ന് സുഗന്ധവ്യഞ്ജനങ്ങളായിട്ട് വന്ന് നിന്നിരുന്ന കപ്പലുകളാണെന്നും ഒക്കെ പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു കനാലുണ്ടായിരുന്നു. ആ കനാലിൻ്റെ അവശേഷങ്ങളൊന്നും ഇന്ന് കാണാനില്ല യഥാർത്ഥത്തിൽ. പോയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ബംഗ്ലാവുകളിൽ ചിലത് ഇപ്പോഴുമുണ്ട് തങ്കശ്ശേരിയിൽ ചരിത്ര അവശേഷിപ്പുകളായി. പഴയ പോർച്ചുഗീസ് കാലഘട്ട കെട്ടിടങ്ങളൊന്നും തന്നെ ഇന്ന് എടുത്തു പറയത്തക്ക കെട്ടിടങ്ങളൊന്നും ഇന്നൊന്നും നിലനിൽപ്പില്ല. ശരിക്കും കുറേ ഡച്ച് വീടുകളും പോർച്ചുഗീസുകാരുടെ മേൽനോട്ടത്തിൽ തന്നെ കെട്ടിയിരുന്ന പല കെട്ടിടങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് തങ്കശ്ശേരിയിലെ കൊല്ലം ബിഷപ്പ് താമസിക്കുന്ന അരമന ഇന്ന് പോർച്ചുഗീസുകാർ കെട്ടിയ പഴയൊരു ചരിത്രപരമായ ഒരു പോർച്ചുഗീസ് ഗവർണർ താമസിച്ചിരുന്ന കെട്ടിടമായിട്ടായിരുന്നു പറയപ്പെടുന്നത്. ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ആശ്വാസകരം തന്നെയാണ്. ഹാർബർ തുറമുഖം ഇപ്പോൾ സജീവമായിട്ട് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു കടലിലേക്ക് ഉള്ള ഒരു ബ്രേക്ക് വാട്ടർ പദ്ധതി, കടലിനെ കീറിമുറിക്കുന്ന ഒരു ബ്രേക്ക് വാട്ടർ പുലിമുട്ടെന്ന് പറയുന്ന രീതിയിലുള്ള സംഭവം വന്നിട്ടുണ്ട്. അതിലേക്കൂടെ റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീതിയേറെ 1.5 കിലോമീറ്റർ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു റോഡുണ്ട്. ഈ ബ്രേക്ക് വാട്ടറിലൂടെ സജീവമായ ഒരു ടൂറിസം പദ്ധതി ഇന്ന് കേരള ജനതയ്ക്ക് തന്നെ വിസ്മയമാകുന്ന രീതിയിലുള്ള ഒരു ടൂറിസം പദ്ധതി ഇന്ന് നമുക്ക് സജീവമായി അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങൊക്കെ ഇന്ന് അവിടെ
നമ്മുടെ തങ്കശ്ശേരി വന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ കാണാം. തങ്കശ്ശേരി എന്നത് ഒരു പ്രദേശത്തിന്റെ പേര് മാത്രമല്ല, അത് ഒരു കാലഘട്ടത്തിന്റെ അടയാളം കൂടിയാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം എബി ജോൺ തോമസ്, ടീം കേരള വിഷൻ.